റംസെ ഫസ്റ്റ് ചെയ്യേണ്ടത് എല്ലാം ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് എംപ്ലോയീസിനാണ്. എംപ്ലോയീസിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. അത് നേരത്തെ നീ ഓൾറെഡി ചെയ്തതാണ്. ഇതിൻ്റെ എക്സൽ ഷീറ്റ് എൻ്റെ അടുത്ത് ഉണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടി അയച്ചുതരാം. അതിനുശേഷം സപ്ലയേഴ്സിനെ ഏതൊക്കെ സപ്ലൈ, ഇതിൻ്റെ എക്സൽ ഷീറ്റ് ഞാൻ നമുക്ക് അയച്ചുതരാം. എല്ലാത്തിൻ്റെ എക്സൽ ഷീറ്റ് അയച്ചുതരാം. ആ സപ്ലൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റംസ് അതേപോലെ തന്നെ ഐറ്റംസിൻ്റെ കാറ്റഗറി, ബ്രാൻഡ് ഒക്കെ കൂടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കിട്ടും. ഓരോ സാധനങ്ങളും കുറച്ച് സാധനങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ, കുറച്ചൊരു വെറൈറ്റി ഉള്ളതെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് പേരടിക്കുന്നവിടെ തന്നെ ഇവിടെ വരും. നമുക്ക് കൂടുതൽ മെനക്കെടില്ല, ഇവിടുന്ന് അവിടെ തന്നെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ശേഷം അസറ്റിൻ്റെ ലൊക്കേഷൻ ഇതേപോലെ എത്ര ഉണ്ട് ചിലപ്പോൾ അവിടെ എത്ര ഓഫീസ് ഉണ്ടോ അത്രയും ഓഫീസ് വരും. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഓഫീസ് നമ്പർ 10 നമ്മൾ ഈ അസറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതവിടെ. ഇനിയിപ്പോൾ ഓഫീസ് നമ്പർ ഇല്ലെങ്കിൽ എക്സ്റ്റൻഷൻ നമ്പർ കൊടുത്താലും മതി. ഇതെനിക്ക് മനസ്സിലാവാൻ പറ്റാണ്. ഇത് ഇമ്പോർട്ട് ചെയ്യുക, അതിൻ്റെ എക്സൽ ഷീറ്റ് ഞാൻ അയക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ എക്സലിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അസറ്റും അതുപോലെ തന്നെ എല്ലാം ചെയ്തതിന് ശേഷം അസറ്റ് ചെയ്താൽ മതി. അസറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സൽ ഷീറ്റ് അതിനെ അറ്റാച്ച് ചെയ്ത് തരാം. അത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മളെ റിപ്പോർട്ട് വ്യൂ എടുത്താൽ അതാണ് ഒന്നുകൂടി എളുപ്പം. ഇതിലിങ്ങനെ കസ്റ്റോഡിയൻ ആരെടുത്താണ് ഈ സാധനം ഉള്ളതെന്നുള്ളത്, അതുപോലെ ഐറ്റംസ് എന്തൊക്കെയാണ്, അസറ്റ് എന്തൊക്കെയാണെന്നുള്ളത്, ഐറ്റം കോഡ് ഉണ്ടല്ലോ. എന്ത് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴും പ്രൊഡക്റ്റിൻ്റെ ഐറ്റം കോഡിൻ്റെ അവിടെ സീരിയൽ നമ്പർ കൊടുത്താൽ മതി. ഒന്നുകിൽ സീരിയൽ നമ്പർ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഏതൊരു സാധനം വരുമ്പോഴും അതിൻ്റെ ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും, അത് യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഇതുപോലെ അങ്ങനെ പ്രിൻ്റ് എടുക്കുക. ഈ ഒരു പാറ്റേണിൽ ഇങ്ങനത്തെ പ്രിൻ്റ് കിട്ടും. ആരെടുത്താണുള്ളത് അവിടെ എന്താണോ കാണുന്നത് അതേ ഒരു പാറ്റേൺ ഉണ്ടാവും. മുകളിൽ നമ്മളെ ലെറ്റർ ഹെഡ് ഇവിടെ ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ വരും. ഒന്നുമില്ലാത്തതുകൊണ്ടാണ് അസറ്റ് എന്ന് മാത്രം വന്നിട്ടുള്ളത്. ഇതുപോലെ ഡയറക്റ്റ് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇങ്ങനെ പ്രിൻ്റ് എടുക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഡെല്ലിൻ്റെ സാധനത്തിൻ്റെ ഞാൻ 2 ഐറ്റം ഉള്ളതുകൊണ്ട് ഒന്നേ കാണുള്ളൂ. ഡി എന്നടിക്കുമ്പോൾ തന്നെ ഇതിന് മാച്ച് ആവുന്ന ക്യാരക്ടർ ഡയറക്റ്റ് പ്രിൻ്റ് എടുത്താൽ അത് മാത്രം വരും. അപ്പോൾ നമ്മൾ അതുപോലെ വരും. നമ്മൾ കസ്റ്റോഡിയന് 10 ആൾക്കാർക്ക് സാധനം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളടുത്തുള്ള സാധനങ്ങൾ മാത്രം കിട്ടാം. ഒരാൾക്കൊരു കമ്പ്യൂട്ടർ, ഒരു കീബോർഡ്, ഒരു മൗസ്, അങ്ങനെ അയാളെ പേരുള്ള മാത്രം ലിസ്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അയാളെ പേരടിക്കുന്നതാണ്. ഇപ്പോൾ സിദ്ദീഖ് നടിച്ചോണ്ട് വന്നു. ഇപ്പോൾ റംസി നടിക്കുകയാണെങ്കിൽ ഒന്നും വരില്ല, അങ്ങനെ ഒന്നും സാധനം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് മാത്രം ചൂസ് ചെയ്താൽ നേരെ പ്രിൻ്റ് വ്യൂ പോയി കഴിഞ്ഞാൽ ആ പ്രിൻ്റ് വ്യൂ ഇവിടെ വിടും. അയാളടുത്തുള്ള കാര്യങ്ങൾ മൊത്തം എന്തൊക്കെയാണ് അയാളടുത്തുള്ള എന്ന് കൊടുത്താണ്, എന്താണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ വിടും. നമ്മൾ കൊടുത്ത ഡാറ്റ മൊത്തം അതേപോലെ അവിടെ റിപ്പോർട്ടിൽ കയറി വരുന്നുണ്ടാവും. ഇത്രയാണ് ഇതിലുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു.